യെസ്, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഡ്രൈവർ കസ്റ്റഡിയിലായിരിക്കുന്നു. ബംഗളൂരുവിൽ എത്തിച്ച ഡ്രൈവറെ സൈബർ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ്, അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. ഡ്രൈവർ കസ്റ്റഡിയിലായിരിക്കുന്നു. രാഹുലിനെ ബംഗളൂരുവിൽ എത്തിച്ച ഡ്രൈവറെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തത് എന്ന വിവരങ്ങളാണ് വരുന്നത്. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഇന്ന് രാവിലെയാണ് ഡ്രൈവറിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം രാഹുൽ ബംഗളൂരുവിൽ എത്തിയതായി വിവരം ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുലിനെ ബംഗളൂരുവിലെ ഒരു സുരക്ഷിത സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം അവിടെ എത്തിച്ച ആളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. രാഹുൽ ബംഗളൂരുവിൽ വന്നതിന് ശേഷം ഏത് സ്ഥലത്തേക്കൊക്കെ പോയി, അതോടൊപ്പം തന്നെ എവിടെ നിന്നാണ് ഇയാളെ കൊണ്ടുവന്നത്, ആരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് രാഹുൽ ഒളിവിൽ പോകുന്നത് തുടങ്ങിയ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും രാഹുൽ ആർക്കും തന്നെ പിടികൊടുക്കാതെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് അതിവേഗം തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം ചില വിവരങ്ങൾ രാഹുലിന് പോലീസിന്റെ നീക്കങ്ങൾ സംബന്ധിച്ച ചില വിവരങ്ങൾ രാഹുലിന് ലഭിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ ഒരു സ്ഥലത്തെത്തി അവിടെ നിന്ന് പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കരുതുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണുള്ളത്. ഇയാളുടെ വ്യക്തിപരമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. അയാളൊരു മലയാളിയാണെന്ന് അറിയാനുണ്ട്. ബംഗളൂരുവിലാണ് അയാൾ ഇപ്പോഴുള്ള താമസിക്കാൻ തരുന്നത്. അങ്ങനെ ആരുടെയോ നിർദ്ദേശപ്രകാരം ഇയാൾ രാഹുലിനെ അവിടെ നിന്ന് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് എത്തിച്ച് ബംഗളൂരുവിലെ ഒരു സുരക്ഷിത സ്ഥലത്ത് എത്തിക്കുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം ഇയാൾക്ക് രാഹുലിനെ കുറിച്ച് വിവരമില്ല എന്നുള്ളതാണ് ഇയാൾ ഇപ്പോൾ മൊഴിയായി പറയുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇയാളിൽ നിന്ന് മറ്റെന്തെല്ലാം തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ്, കണക്കൂട്ടലിലാണ് അന്വേഷണ സംഘം നിലവിലുള്ളത്. എന്തായാലും രാഹുൽ ഇപ്പോഴും കർണാടകയിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു കണക്കൂട്ടിലാണ് ഉള്ളത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ചില അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. കാരണം രാഹുൽ കേരളത്തിലെത്തി വയനാട് ഒരു കോടതിയിൽ ഹാജരാകും, കീഴടങ്ങുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനുള്ള സാധ്യതയും അന്വേഷണ സംഘം കണക്കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതിന് മുന്നോടിയായി തന്നെ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമത്തിലാണ് കേരള പോലീസ് ഉള്ളത്. അതുകൊണ്ടാണ് രാഹുലിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനായി കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സ്പെഷ്യൽ ടീമിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രാഹുലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടക്കുന്നത്. 8 ദിവസമായിട്ടും രാഹുൽ ഒളിവിൽ തുടരുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ നാണക്കേടാണ് കേരള പോലീസിന് എന്ന രീതിയിൽ തന്നെ ഒരു വിമർശനം ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്യുന്നത്. യെസ്, അതാണ് സിജോ പറഞ്ഞതുപോലെ 8 ദിവസമായിരിക്കുന്ന ഒരു ജനപ്രതിനിധിയെ 8 ദിവസമായി കാണാനില്ല എന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇവിടെ പലപ്പോഴും ഇപ്പൊ സിദ്ദിഖിന്റെ കേസിലൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. സിദ്ദിഖിന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനും ഇല്ലെങ്കിൽ അടുത്ത നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് ഇല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാനുമൊക്കെയുള്ള സമയം അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആക്ഷേപങ്ങൾ അന്നു മുതൽ തന്നെ വകുപ്പ് നേരിട്ടുകൊണ്ടിരുന്നതാണ്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇതുവരെ പിടികൂടാനായില്ലേ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും അതിലൊരു ഉത്തരം പറയേണ്ട സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഏത് തരത്തിൽ അന്വേഷണം കുറച്ചുകൂടി രഹസ്യമാക്കി, മാത്രമല്ല ഇപ്പോൾ ഡ്രൈവറെ കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി ഈസി ആവാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇയാളിൽ നിന്ന് എത്രത്തോളം വിവരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം രാഹുൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ കടന്നു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാഹുൽ അവിടെ എത്തിച്ചു എന്നുള്ള വിവരത്തിന് അപ്പുറത്തേക്ക് രാഹുൽ പിന്നീട് എങ്ങോട്ട് പോയി എന്നുള്ളത് സംബന്ധിച്ച് ഇയാൾക്ക് വിവരങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. പക്ഷേ അത് അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയും ചെയ്യുന്നില്ല. ഇയാളെ വിശദമായ ചോദ്യം ചെയ്താൽ ഒരുപക്ഷെ കൂടുതൽ വിവരം ലഭ്യമാവുന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. പക്ഷെ അപ്പോഴും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുലിനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി എത്തിക്കുന്നത് അത് ബൈ ഫോൺ വഴി ഓരോ ആളുകളോടും പറയും. അത്രയും വിശ്വസ്തരായിട്ടുള്ള ആളുകൾ വഴിയാണ് രാഹുൽ ഓരോ സ്ഥലത്തോട്ട് നീങ്ങുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഡ്രൈവർമാർ ഒരുപക്ഷെ ഇതിന്റെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ മാത്രമായിരിക്കും. ഇതിനെ നിയന്ത്രിക്കുന്നത് വേറെ നെറ്റ്വർക്ക് എന്ന നിലയിൽ പറയേണ്ടി വരും. രാഹുൽ അതത്രയും ഇനിയൊരു കീഴടങ്ങൽ ഉദ്ദേശമാണ്. ഇപ്പോൾ രാഹുലിന്റെ ഡ്രൈവർ പിടിയിലായിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും അപേക്ഷ തള്ളുമോ എന്നൊക്കെയുള്ളതിൽ ഒരു ആശങ്കയുണ്ട്. അപ്പം കോടതിയിൽ കീഴടങ്ങുക എന്നൊരു കാര്യത്തിലേക്ക് രാഹുൽ നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? രാഹുൽ അതിനുള്ള ചില ശ്രമങ്ങൾ നടത്തിയതായി ഇന്നലെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് ഇന്നലെ വയനാട്ടിൽ ഒരു കോടതിയിൽ ഹാജരായേക്കും കീഴടങ്ങുന്നേക്കും എന്നൊരു സൂചന പോലീസിന് തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ തെരച്ചിൽ വയനാട്ടിൽ നടത്തിയിരുന്നു. വാഹനങ്ങൾ വരുമ്പോൾ
അതിൽ എല്ലാ വാഹനങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് കടത്തിവിടുകയും ചെയ്തിരുന്നത്. അത് മാത്രമല്ല കോടതിയിലേക്ക് എത്തുന്ന വഴികളിൽ പോലീസിനെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. കാരണം രാഹുൽ കോടതിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം രാഹുൽ സ്വാഭാവികമായും കോടതിയിൽ കീഴടങ്ങുകയാണെങ്കിൽ അതിനുശേഷം രാഹുലിനെ റിമാൻഡ് ചെയ്യും, പിന്നീട് കസ്റ്റഡി അപേക്ഷ കൊടുക്കണം, അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്കൊക്കെ പോകാൻ സാധിക്കുക. അത് തടയുന്നതിന്റെ ഭാഗമായി രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ പ്രാഥമിക ഘട്ടത്തിൽ ചോദ്യം ചെയ്യാനുള്ള സമയം കിട്ടും. കാരണം കസ്റ്റഡിയിൽ എടുത്ത് 24 മണിക്കൂറിനകം അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ മതി. അതിനുശേഷം പിന്നീട് കോടതിയിൽ ഹാജരാക്കാനുള്ള മറ്റു നടപടികൾ കൂടുതൽ സമയം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ രാഹുലിൽ നിന്ന് പരമാവധി വിവരങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ എടുക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല നിലവിൽ ഈ രാഹുൽ ഒരു കോടതിയിൽ കീഴടങ്ങുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് പോലീസിന് വലിയ നാണക്കേടാകും. കാരണം 8 ദിവസം ഒരാൾ ഒളിവിൽ കഴിഞ്ഞിട്ട് അവസാനം പോലീസിനെ വിട്ടിച്ച് കോടതിയിൽ ഹാജരായി കീഴടങ്ങി എന്ന് പറയുമ്പോൾ അത് കേരള പോലീസിന് തന്നെ വലിയ നാണക്കേടാകുകയും ചെയ്യും. അതുകൊണ്ടാണ് കീഴടങ്ങുന്നതിന് മുമ്പ് രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ള നിലപാടിലേക്ക് പോകുന്നത്. എന്തായാലും ഇപ്പോഴും നമുക്കൊരു വ്യക്തതയില്ല കീഴടങ്ങുമോ എന്നുള്ള കാര്യം. ഒരു പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ റിജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഹൈക്കോടതിയിൽ ഹാജരാകാൻ വേണ്ടി അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇപ്പോഴും നിലനിൽക്കുന്നത് ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് രാഹുൽ കീഴടങ്ങിയേക്കുന്നുള്ളത്. എന്തായാലും പോലീസ് ശക്തമായ പരിശോധന ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും എത്തി അന്വേഷണ സംഘം ഇതേ പരിശോധനകൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ എത്തിയ ചില സ്ഥലങ്ങളിലൊക്കെ അവിടെ വന്ന് രാഹുലിന് സഹായം ചെയ്തിട്ടുള്ള ആളുകളെ കസ്റ്റഡിയിലേക്ക് എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അവരിൽ നിന്ന് വിവരം ചോദിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് അവർ വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു വളരെ വൈകിയാണ് അന്വേഷണ സംഘം ചില സ്ഥലങ്ങളിൽ എത്തിയത്. ഇപ്പോൾ ഡ്രൈവർ കസ്റ്റഡിയിലായിരിക്കുന്നു, ചോദ്യം ചെയ്യൽ തുടരുന്നു. അതിൽ നിന്നുള്ള സൂചനകൾക്കനുസരിച്ചായിരിക്കും ഇനിയുള്ള തെരച്ചിൽ. മാത്രവുമല്ല ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാകാനുള്ള അല്ലെങ്കിൽ കീഴടങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യം എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കാര്യത്തിനനുസരിച്ചായിരിക്കും രാഹുലിന്റെ നീക്കങ്ങളെന്നുമാണ് മനസ്സിലാക്കുന്നത്.